സൂപ്പർവിഷൻ ഓഫ് ഡയറി കോഓപ്പറേറ്റീവ്സ് ഇൻക്ലൂഡിംഗ് ഇൻസ്പെക്ഷൻ ആൻഡ് ഓഡിറ്റ്. 1969 കേരള സഹകരണ നിയമപ്രകാരം സഹകരണ സംഘങ്ങളുടെ ഭരണം നിർവഹിക്കുന്നത് രജിസ്ട്രാറാണ്. 1996 SRO 22/96 പ്രകാരം സർക്കാർ ക്ഷീര സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറുടെ ചുമതലകൾ ഡയറി ഡയറക്ടർക്കും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ട് നൽകിയിട്ടുണ്ട്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് സെക്ഷൻ 29(2) സെക്ഷൻ 64 എന്നിവ അനുസരിച്ചിട്ട് കേരള സഹകരണ നിയമം അനുസരിച്ചുള്ള അധികാരങ്ങളും ചുമതലകളുമാണ് ക്ഷീര സഹകരണ സംഘങ്ങളുടെ അവരവരുടെ ഏരിയയിലുള്ള ക്ഷീര സഹകരണ സംഘങ്ങളുടെ മേൽ നിർവഹിക്കാനുള്ളത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സെക്ഷൻ 29(2) എന്ന് പറയുന്നത് ക്ഷീര സഹകരണ സംഘങ്ങളിലെ ജനറൽ ബോഡി, ഭരണസമിതി തുടങ്ങി എല്ലാ യോഗത്തിലും പങ്കെടുക്കുന്നതിനുള്ള അധികാരമാണ്. സെക്ഷൻ 29(2) രജിസ്ട്രാർ or any person deputed by him shall have the right to attend the committee or general body meeting of any society എന്നാണ് അതിലുപയോഗിച്ചിരിക്കുന്നത്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർക്ക് ക്ഷീര സഹകരണ സംഘങ്ങളിലെ ജനറൽ ബോഡിയിലും ഭരണസമിതിയിലും മറ്റേത് യോഗത്തിലും രജിസ്ട്രാറുടെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കുന്നതിനുള്ള അധികാരം ഈ SRO പ്രകാരം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭരണസമിതി യോഗവും ജനറൽ ബോഡി യോഗവും അത് നിശ്ചയിച്ചിരിക്കുന്ന വിധത്തിൽ തന്നെ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിക്ഷിപ്തമായിട്ടുള്ളത് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ സെക്ഷൻ 64 എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എന്നതാണ് സെക്ഷൻ 64. അതിൽ ക്ഷീരവികസന വകുപ്പിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ന്യൂനതകൾ പരിഹരിക്കുകയും ഓഡിറ്റ് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ക്ഷീര സഹകരണ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സെക്രട്ടറിമാരെ കൊണ്ട് നിർവഹിപ്പിക്കുകയുമാണ് വേണ്ടത്. ഓഡിറ്റ് ന്യൂനതാ പരിഹരണമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടായിട്ട് തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുകൂടാതെ രജിസ്ട്രാർ എന്ന നിലയിൽ നിശ്ചയിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ റൊട്ടീൻ ഇൻസ്പെക്ഷൻ എന്നുള്ള നിലയിൽ അത് പരിശോധന നടത്തുന്ന എല്ലാ അവസരത്തിലും ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഒരു ക്ഷീര സഹകരണ സംഘത്തിൻ്റെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ബുക്കുകളൊക്കെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തണം. മിനിറ്റ് ബുക്ക്, നാൾ വഴി, ഡേ ബുക്ക്, അതേപോലെ തന്നെ മറ്റ് ലെഡ്ജറുകൾ ഒക്കെ എഴുതി കൃത്യമായി സൂക്ഷിക്കുന്നു എന്ന്, അഥവാ കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ കൃത്യമായി എൻട്രികൾ വരുത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഒരു ചുമതലയാണ്. ഇത് കൂടാതെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം പാലിൻ്റെ ഗുണനിലവാര പരിശോധന കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റുകളൊക്കെ തന്നെ, ഉപകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി കാലിബ്രേറ്റ് ചെയ്തു എന്നും പരിശോധന കൃത്യമായി നടത്തുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ കാര്യങ്ങളോടൊപ്പം തന്നെ ഡയറിയിൽ നിന്ന് കിട്ടുന്ന വില ഉൽപ്പാദകർക്ക് അർഹതപ്പെട്ട വില കൃത്യമായി നൽകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇത് കൂടാതെ സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ പാല് സംഭരിക്കുന്ന സ്ഥലത്തിൻ്റെ വൃത്തി, അതേപോലെ പരിശോധന നടത്തുന്ന അതിൻ്റെ എഫിഷ്യൻസി, ഈ കാര്യങ്ങളിലൊക്കെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ കർഷകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, കർഷകരുമായിട്ട് ഇൻ്ററാക്ഷൻ നടത്തുക, ജീവനക്കാരുമായിട്ട് ഉള്ള അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയൊക്കെ ഓരോ പരിശോധനാ കാലത്തും സംഘം പരിശോധിക്കുന്ന അവസരത്തിലും നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്.
ഇനി ഇത് കൂടാതെ തന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ജില്ലയിലെ രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറി അസിസ്റ്റൻസ് ഓഫീസർമാരെ ഏൽപ്പിക്കാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ടത് ഡിസ്പ്യൂട്ടുകളാണ്, ആർബിട്രേഷൻ. സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘവും വ്യക്തിയും തമ്മിൽ അല്ലെങ്കിൽ സംഘവും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേട്ട് പരിഹരിക്കേണ്ടത് രജിസ്ട്രാറുടെ അല്ലെങ്കിൽ രജിസ്ട്രാർ ചുമതലപ്പെടുത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഡയറി അസിസ്റ്റൻസ് ഓഫീസർമാർക്ക് മിക്കവാറും പേർക്കും തന്നെ ആർബിട്രേഷൻ കേസുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകാറുണ്ട്. അതിൻ്റെ വാദം കേട്ട് ഒരു ജഡ്ജി ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ആ വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ കേട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അപഗ്രഥിച്ച് ശരിയായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് ഡയറി അസിസ്റ്റൻസ് ഓഫീസറുടെ കർത്തവ്യമായിട്ട് വരും. ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ ചുമതലപ്പെടുത്തുന്ന പക്ഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള എൻക്വയറികൾ നടത്തേണ്ടതായിട്ട് വരും. സെക്ഷൻ 65 അനുസരിച്ചിട്ട് ഉള്ള എൻക്വയറി നടത്തേണ്ടതായിട്ട് വരും. എൻക്വയറി നടത്തുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻക്വയറിയിൽ സംബന്ധിച്ച് നടത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടത്തണം. ഏത് ബുക്കും പരിശോധിക്കാനും ആരെയും വിളിച്ചു വരുത്തി അതിൻ്റെ കാര്യങ്ങൾ ആരായാനും ഉള്ള അധികാരം എൻക്വയറി ഓഫീസർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സൂപ്പർവിഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 66 അനുസരിച്ചിട്ട് സൂപ്പർവിഷൻ നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായും ഭംഗിയായും നടത്തുന്നു, ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള കാര്യങ്ങൾ അത് വ്യക്തമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതായിട്ട് ഉണ്ട്. ഇതിനെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് റൂൾ 66-ലാണ്. ഈ റൂൾ 66 പ്രധാനമായിട്ട് ഇതെങ്ങനെയാണ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറയുന്ന ഭാഗമാണ്. റൂൾ 66 അനുസരിച്ചാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്. നിശ്ചിത കാലാവധി ഡെപ്യൂട്ടി ഡയറക്ടർ അനുവദിക്കുന്ന നിശ്ചിത കാലാവധിക്ക് അനുസരിച്ചിട്ട് എൻക്വയറിയോ സൂപ്പർവിഷനോ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിവരം മുൻകൂട്ടി തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിക്കുകയും എക്സ്റ്റൻഷനായിട്ടുള്ള ഉത്തരവുകൾ വാങ്ങുകയും വേണം. അതേപോലെ ഈ എൻക്വയറി റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ ആ കാര്യങ്ങൾ എൻക്വയറിയിലുള്ള കണ്ടെത്തലുകൾ കൂടാതെ തന്നെ അല്ലെങ്കിൽ സൂപ്പർവിഷനുള്ള കണ്ടെത്തലുകൾ കൂടാതെ തന്നെ ഈ ഭരണസമിതി അംഗങ്ങളുടെ മേൽവിലാസം, സംഘം ജീവനക്കാരുടെ മേൽവിലാസം, ഈ കാര്യങ്ങളും ബാലൻസ് ഷീറ്റുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ഈ റൂളിൽ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഈ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഒരു എൻക്വയറി അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്തേണ്ടത്. ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻ പോകുമ്പോഴത്തേക്ക് റൊട്ടീൻ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു പെർഫോമ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പെർഫോമയിലുള്ള കാര്യങ്ങളോ കൂടെ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ കർഷകരും ക്ഷീര സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുമൊക്കെ ഉള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകാനുള്ള ശ്രമം ഡയറി അസിസ്റ്റൻസ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ ഒരു ഗോൾ നമുക്ക് നേടാനായിട്ട് കഴിയുകയുള്ളൂ എന്ന ഓർമ്മ വെച്ചുകൊണ്ട് വേണം എല്ലാ പ്രാവശ്യവും സംഘം പരിശോധന നടത്തേണ്ടത്.